എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം നോക്കുന്നത് മധ്യകാല ഇന്ത്യയിലെ രാജവംശങ്ങളും രാജാക്കന്മാരെയും കുറിച്ചാണ്. 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി നടന്ന ഭരണം സുൽത്താൻ ഭരണം എന്നറിയപ്പെടുന്നു. 5 വംശങ്ങളിലായി 32 സുൽത്താൻമാർ ഭരണം നടത്തി. ഇന്നത്തെ പാകിസ്ഥാനിലുള്ള സിന്ധ് പ്രദേശം ആക്രമിച്ചുകൊണ്ടായിരുന്നു അറബികൾ ഇന്ത്യയിലേക്കുള്ള പ്രയാണം തുടങ്ങിയത്. AD 712 മുഹമ്മദ് ബിൻ കാസിമിൻ്റെ അറബിപ്പട ഉത്തര സിന്ധുതടം മുഴുവൻ തങ്ങളുടെ അധീനതയിലാക്കി. AD 1000 ഗസ്നിയിലെ മുഹമ്മദ് ഇന്ത്യ ആക്രമിച്ചു. വീണ്ടും മുസ്ലിം ആധിപത്യത്തിൻ്റെ തിരശീല ഉയർന്നു. 17 തവണ ഇന്ത്യയെ ആക്രമിച്ച ഗസ്നി ഇന്ത്യയിലെ സമ്പത്തും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും അതുപോലെയുള്ള പുണ്യകേന്ദ്രങ്ങളും കൊള്ളയടിച്ചു. അടുത്തത് ഗോറിയുടെ ഊഴമായിരുന്നു. AD 1176 മുൾട്ടാനിലെ നിഷേധികളായ ഇസ്മായിലികളെ കീഴടക്കി അദ്ദേഹം ജൈത്രയാത്ര ആരംഭിച്ചു. തറയനിൽ നടന്ന ഐതിഹാസികമായ യുദ്ധത്തിലൂടെ 1192 ഗോറി അജ്മീറും ഡൽഹിയും പിടിച്ചെടുത്തു. 1194 ജയചന്ദനെ തോൽപ്പിച്ച് കനൂജും ബനാറസും കീഴടക്കിയ ഗോറി 13-ാം നൂറ്റാണ്ടിൻ്റെ ഉദയത്തോടെ വടക്കേ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വന്തം നിയന്ത്രണത്തിലാക്കി. ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിച്ചു. 1206 ഗോറി വധിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ സൈനിക ഉദ്യോഗസ്ഥനായ ഖുത്ബുദ്ദീൻ ഐബക്ക് സ്വതന്ത്ര ഭരണം നടത്തുകയും അടിമവംശം എന്ന പേരിൽ ഒരു പുതിയ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. മുഹമ്മദ് ഗോറിയുടെ അടിമയും പിന്നീട് വിശ്വസ്തനുമായി തീർന്ന ഖുത്ബുദ്ദീൻ ഐബക്കാണ് അടിമവംശം സ്ഥാപിച്ചത്. 1206 മുതൽ 1210 വരെ സുൽത്താൻ എന്ന പദവിയിൽ അടിമവംശത്തിലെ ആദ്യ ഭരണാധികാരിയായ ഇദ്ദേഹം ലാഖ് ഷാ അഥവാ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടത് മുഹമ്മദ് ഗോറിയാണെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം എന്ന പരിഗണന അടിമവംശത്തിനാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അടിമവംശത്തിലെ തന്നെ മറ്റൊരു രാജാവായ ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. ഈ വംശത്തിലെ ഏറ്റവും സമർത്ഥനായ ഭരണാധികാരി ബാൽബനാണ്. ചോരയും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച ബാൽബൻ ശത്രുക്കളെ നിഷ്കരുണം അടിച്ചൊതുക്കി. ഇദ്ദേഹത്തിൻ്റെ പുത്രിയാണ് റസിയ സുൽത്താന. ഡൽഹി സിംഹാസനത്തിൽ ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഇന്ത്യയിലെ ആദ്യ വനിതയും ഒരേയൊരു മുസ്ലിം വനിതയും റസിയ സുൽത്താനയാണ്. പേർഷ്യൻ ആയിരുന്നു ഈ കാലത്തെ ഔദ്യോഗിക ഭാഷ. 1290 ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി വംശസ്ഥാപകൻ. അടിമവംശത്തിലെ അവസാനത്തെ രാജാവായ കൈക്കോബാദിനെ വധിച്ച് പടുത്തുയർത്തിയ ഈ വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് അലാവുദ്ദീൻ ഖിൽജിയാണ്. ജീവിതം കൊണ്ടും ഭരണം കൊണ്ടും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെട്ട സുൽത്താൻ ഭരണത്തിലെ സംഭവം ഇദ്ദേഹത്തിൻ്റെതാണ്. ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവിയായിരുന്നു വധു. ഇന്ത്യയിൽ ആദ്യമായി വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇദ്ദേഹത്തിൻ്റെ തപാൽ സമ്പ്രദായം, മതേതരത്വ നയം, കമ്പോള നിയന്ത്രണം, ജാഗിർദാരി സമ്പ്രദായത്തിനെതിരായ നടപടികൾ തുടങ്ങിയവ പിൽക്കാല ഭരണാധികാരികൾക്കും മാതൃകയായിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ മാലിക് കഫൂറും ആസ്ഥാന കവി അമീർ ഖുസ്രുവുമായിരുന്നു. ഖിൽജി വംശത്തിലെ അവസാന രാജാവായ മുബാറക് ഷായെ ഖുസ്രു ഖാൻ വധിച്ചതോടെ ആ വംശം തകർന്നു.
അമീർ ഖുസ്രു മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്തെ സമുന്നത സാന്നിധ്യമായിരുന്നു അമീർ ഖുസ്രു. ഇന്ത്യയുടെ തത്ത എന്ന് വിളിക്കപ്പെട്ട അമീർ ഖുസ്രു സംഗീതത്തിനും സാഹിത്യത്തിനും അമൂല്യ സംഭാവനകൾ നൽകി. 1253 ഇന്നത്തെ ഉത്തർപ്രദേശിലെ ഇട്ടാവയ്ക്കടുത്താണ് അദ്ദേഹം ജനിച്ചത്. ഡൽഹി ഭരിച്ചിരുന്ന 7 സുൽത്താൻമാരുടെ സദസ്സിനെ അമീർ ഖുസ്രു അലങ്കരിച്ചു. സൂഫികളുടെ ഭക്തിഗാനമായ ഖവാലിയുടെ പിതാവായി അറിയപ്പെടുന്നത് ഖുസ്രുവാണ്. തബല, സിത്താർ എന്നീ സംഗീത ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രുവാണെന്ന് കരുതപ്പെടുന്നു. 1320 ഖുസ്രു ഖാനെ വധിച്ച് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഈ വംശം സ്ഥാപിച്ചത്. ഈ വംശത്തിലെ ഏറ്റവും പ്രസിദ്ധൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ചരിത്രത്തിൽ ബുദ്ധിമാനായ വിഡ്ഢി എന്ന വിശേഷണം സ്വന്തമാക്കിയ ഇദ്ദേഹത്തിൻ്റെ പല പരിഷ്കാരങ്ങളും അപ്രായോഗിക അശാസ്ത്രീയമായിരുന്നു. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയതും നാണയ പരിഷ്കാരം നടത്തിയതും അത്തരത്തിൽ ചിലതു മാത്രം. ഈ വംശത്തിലെ മറ്റൊരു പ്രധാന ഭരണാധികാരി ഫിറൂസ് ഷാ തുഗ്ലക്കാണ്. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചതും ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന നികുതി ഏർപ്പെടുത്തിയതും ഇദ്ദേഹമാണ്. ഫിറൂസ് ഷായ്ക്ക് ശേഷം വംശം ദുർബലമായി. 1398 തിമൂർ ഇന്ത്യ ആക്രമിച്ചത് തുഗ്ലക് വംശത്തിലെ അവസാന രാജാവായ മുഹമ്മദ് ബിൻ രണ്ടാമൻ്റെ കാലത്താണ്. തുഗ്ലക് വംശത്തിന് ശേഷം ഡൽഹി ഭരിച്ചത് സയ്യിദ് വംശമാണ്. കിസാർ ഖാനാണ് ഈ വംശം സ്ഥാപിച്ചത് 1413. 1451 അവസാനത്തെ സയ്യിദ് രാജാവായ അലാവുദ്ദീൻ ആലം ഷായെ പരാജയപ്പെടുത്തി ബഹ്ലൂൽ ലോധി വംശം സ്ഥാപിച്ചു. സിക്കന്ദർ ലോധിയാണ് ലോധി സുൽത്താൻമാരിൽ സമർത്ഥൻ. ആഗ്ര നഗരം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1.5 നൂറ്റാണ്ടോളം ഡൽഹിയേക്കാൾ പ്രൗഢിയും പ്രശസ്തിയും നിലനിന്ന നഗരമാണ് ആഗ്ര. ഒടുവിലത്തെ ലോധി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബർ ഡൽഹിയും ആഗ്രയും കീഴടക്കി. മുഗൾ വംശജനായ ബാബറുടെ ആക്രമണത്തോടെ ഡൽഹിയിലെ സുൽത്താൻ ഭരണം അവസാനിച്ചു.